പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 27 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 4ാം ദിവസം ആമേൻ 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 നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് പോയ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത്. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ കൺമണി പോലെ നമ്മളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. വാ തുറന്ന്, അധരം തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിനൊന്ന് കരമുയർത്തിയിട്ട് പറയാം, കർത്താവേ സ്തോത്രം, നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയില്ലേ? അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് മതിയായവൻ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ പറയുന്നു, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ ലജ്ജിപ്പിക്കത്തില്ല. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്കാണ് നോക്കുന്നത്. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ലജ്ജിപ്പിക്കത്തില്ലെന്നുള്ള ആ തിരുവെഴുത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം അതിൻ്റെ 44-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയില്ല. 7 കർത്താവത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരെ കർത്താവ് ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. 8-ാമത്തെ വാക്യം. ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കും, കർത്താവിൻ്റെ നാമത്തിൽ എന്നും സ്തോത്രം ചെയ്യും. കരങ്ങൾ ഉയർത്തി പറ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എന്ത് ചെയ്യും? എന്നും സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ നാമത്തിൽ എന്നും. കരമുയർത്തി പറ, ഒന്നുകൂടെ പറ, സ്തോത്രം 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 സ്തോത്രം. ഈ റിസ്റ്റോറേഷൻ ഡേയ്സിൽ കർത്താവ് നമ്മളെ യഥാസ്ഥാനത്താക്കുന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, എല്ലാവരുടെ മേലും വലിയ ആത്മപകർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ആത്മാവിൽ നിറയട്ടെ, പുതുശക്തിയിൽ നിറയട്ടെ, പുതുബലം അവർക്കുണ്ടാകട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. രോഗത്തിന് കാരണമായത് ആമേൻ രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ആമേൻ. വൈറസുകൾ, ആമേൻ, അതുപോലെ തന്നെ രോഗാണുക്കൾ യേശുവിൻ്റെ നാമത്തിൽ നിർജീവമായി പോകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. യെസ്, ബ്ലഡിനകത്തുള്ള ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ നിർജീവമാകട്ടെ. ബ്ലഡ് നോർമലാകട്ടെ. ആമേൻ. ബ്ലഡ് നോർമലാകട്ടെ. എല്ലാ ബ്ലഡിനകത്തുള്ള എല്ലാ വർക്കുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നോർമലായി തീരട്ടെ. ആമേൻ. അതുപോലെ കർത്താവേ, ആമേൻ, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ലിവറിൻ്റെ ഫങ്ഷൻ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ആസ്മയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശ്വാസം മുട്ടൽ മാറട്ടെ, അലർജികൾ മാറട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. ആമേൻ. എല്ലാ ജോയിൻറ്റ് പെയിനുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കുന്നു. നസ്രയനായ യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. മനസ്സിലാകുന്ന തുടങ്ങുന്ന വലിയ തളർച്ചകൾ, നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അതുപോലെ ആമേൻ, ഉറക്കമില്ലായ്മ എന്ന അസ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. സ്വസ്ഥമായി ഉറങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവ്, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ, അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. ഹല്ലേലൂയ. പ്രായമായി പോയി എന്നുള്ള നിരാശ വിട്ട് യേശുവിൻ നാമത്തിൽ ചില അത്ഭുത പ്രവൃത്തികൾ, ആമേൻ ആമേൻ, ചില അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ ആ വിഷയത്തിൽ കാണുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു.
അതുപോലെ തന്നെ കർത്താവെ, ഈ പ്രാർത്ഥനയുടെ ഉപവാസം 4-ാം ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം അനുഗ്രഹിച്ചതിന് സ്തോത്രം, ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം. 4-ാം ദിവസം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് സ്തോത്രം. കർത്താവെ, ഈ പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വലിയ യഥാസ്ഥാനം നടക്കട്ടെ, റീസ്റ്റോറേഷൻ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ റീസ്റ്റോറേഷൻ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 4-ാം ദിവസമാണിന്ന്. പകൽക്കാലം പ്രാർത്ഥിക്കുന്നതിനും ദൈവസന്നിധിയിൽ പതിവിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും നിങ്ങൾ ശ്രമിക്കുക. പ്രാർത്ഥിക്കുന്നതിനും പതിവിൽ കൂടുതൽ സമയം കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതിനും വളരെ ശ്രദ്ധിക്കുക. എന്നിട്ട് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ്. നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഒറ്റ ഒരാളും മിസ് ചെയ്യല്ല. കാരണം അസാധാരണമായ ആത്മപകർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കരുത്. നേരിട്ട് വരാൻ സാധിക്കുന്ന എല്ലാവരും നേരിട്ട് വന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. ഞാൻ യാക്കോബിൻ്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പീൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. അപ്പം കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് വ്യർത്ഥമായി പോകത്തില്ല. ആമേൻ, ആമേൻ. നമ്മൾ വെറുതെ ദൈവത്തെ അന്വേഷിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ അന്വേഷിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരാമെന്ന് ദൈവത്തിൽ പറഞ്ഞു. അവൻ മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ചേർക്കപ്പെടും. അതായത് ദൈവത്തെ അന്വേഷിക്കുന്നത് ആമേൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകത്തില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ വിശ്വാസത്തിലുള്ള പ്രവൃത്തികൾ, ആമേൻ, ഇതെല്ലാം കർത്താവ് കാണുകയും തക്ക സമയത്ത് കർത്താവ് നമുക്ക് പ്രതിഫലം തരികയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് വ്യർത്ഥമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകും. ആമേൻ. ജനം ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ മുകളിലുള്ളവരൊക്കെ നമ്മുടെ പ്രവൃത്തികളെയും അല്ലെങ്കിൽ നമ്മൾ എടുത്ത ത്യാഗത്തെയും ഒക്കെ കണ്ടില്ല എന്ന് നടിച്ചെന്നിരിക്കും. പക്ഷേ കർത്താവിൻ്റെ വാഗ്ദത്തമാണ്, ഒരിക്കലും നിങ്ങൾ എന്നെ വ്യർത്ഥമായി അന്വേഷിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചെവി നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ചായ്ക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി വരും. ആമേൻ. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമുക്കത് ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ലെങ്കിലും ഓർത്തോണം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ, അവൻ വാസ്തവമായി തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്ത് കൊടുക്കും? പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. അവൻ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും അവൻ പ്രതിഫലം നൽകുന്നവനാണെന്നും വിശ്വസിക്കണം. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ, കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, ദൈവസാന്നിധ്യത്തിലിരിക്കുമ്പോൾ, സമയങ്ങൾ മാറ്റിവെച്ച് കർത്താവിനെ ആരാധിക്കാനായി ആലയത്തിലേക്കൊക്കെ ഓടി വരുമ്പോൾ ഓർത്തോണം, ഇതിനൊക്കെ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ആമേൻ. നമ്മുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും എന്തുണ്ട്? പ്രതിഫലമുണ്ട്. കൈയടിച്ച് പാട്ട് പാടുന്നതിന് പ്രതിഫലമുണ്ട്. ആമേൻ. ആ കർത്താവിൻ്റെ വാഗ്ദത്തം ഒരിക്കലും കർത്താവ് മാറ്റിക്കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നത്, കർത്താവിനെ ആരാധിക്കുന്നത്, കർത്താവിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല. ആമേൻ. കർത്താവ് നമുക്ക് തക്ക സമയത്ത് അതിന് പ്രതിഫലം തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുക, ദൈവവേലയിൽ കൂടുതൽ ഇൻവോൾവ് ആകുക, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ക്ലോസ് ആയിട്ട് നടക്കുക. ആമേൻ. കർത്താവിനെ അന്വേഷിച്ച് ആമേൻ, അല്ലെങ്കിൽ കർത്താവിനെ സേവിച്ച് നടക്കുന്നിടത്തോളം നമുക്കൊന്നിനും കുറവ് വരികയില്ല. തക്ക സമയത്ത് കർത്താവ് നമ്മളെ യഥാസ്ഥാനത്താക്കി മാനിക്കുകയും ചെയ്യും. കരങ്ങളെ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിന് 4-ാം ദിവസം പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് തന്ന ഈ നല്ല വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം. നിങ്ങൾ എന്നെ വ്യർത്ഥമായി അന്വേഷിക്കേണ്ട എന്ന് വെച്ചാൽ അങ്ങ് പ്രതിഫലം തരും, അങ്ങ് ഹോണർ ചെയ്യും, അങ്ങ് റിവാർഡ് തരുമെന്നാണല്ലോ. ഞങ്ങളത് വിശ്വാസത്താൽ സ്വീകരിക്കുന്നു, തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ, നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you, God bless you, God bless you.